വിഷ്ണു ഡോർ തുറന്നു പുറത്തേക്ക് പോയി. ആലു അടികൊണ്ട കവളിൽ പൊത്തിപ്പിടിച്ച് അതേ നിൽപ്പാണ്. അവളുടെ ഉള്ളിൽ വിഷ്ണുവിനോടുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തി വന്നു. അവൾ ദേഷ്യം നിയന്ത്രിച്ചു. ഇല്ല വിഷ്ണു ഏട്ടാ, നിങ്ങൾ തല്ലിയ ഈ കൈകൊണ്ട് തന്നെ എന്നെ തലോടും. അതിന് അധിക ദിവസം കാത്തിരിക്കേണ്ടി വരില്ല. ആലു അതും പറഞ്ഞ് ബെഡിലിരുന്നു. വിഷ്ണു താഴെ വരുമ്പോൾ അച്ഛൻ TV ന്യൂസ് കണ്ട് ഞെട്ടി നിൽപ്പുണ്ട്. അച്ഛന് രാത്രി വാർത്തകൾ കാണുന്ന ഒരു പതിവുണ്ട്. ബാങ്കിൽ നിന്ന് 35 ലക്ഷം രൂപ തട്ടിയ കേസിൽ ബ്രാഞ്ച് മാനേജർ അലോക് രാമചന്ദ്രൻ അറസ്റ്റിൽ. കൃത്രിമ രേഖകളും കണക്കുകളും കാട്ടി ബാങ്കിനെ കബളിപ്പിച്ചു. ഇയാൾ തട്ടിയത് 35 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് അക്കൗണ്ടൻസിന് തോന്നിയ ഒരു ചെറിയ സംശയമാണ് ബാങ്കിലെ ഈ വലിയ തിരിമറി പുറത്തു വരാൻ കാരണമായത്. പ്രതിയെ സ്വന്തം വീട്ടിൽ നിന്ന് കുറച്ചു മുൻപ് SI ശ്രീജയും സംഘവും അറസ്റ്റ് ചെയ്തിരുന്നു. അത്രയും പറഞ്ഞു അല്ലുവിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സ്ക്രീനിൽ കാണിച്ചു. വിഷ്ണു, ഇതൊക്കെ എന്താ മോനെ? യശോദ ചോദിച്ചു. അമ്മയും കണ്ടതല്ലേ, കുഴപ്പമില്ല, അനുഭവിക്കട്ടെ. ഒരു പാവം പെണ്ണിന്റെ കണ്ണീർ ആ കുടുംബം മുഴുവൻ മുടിക്കും, വിഷ്ണു പറഞ്ഞു. വിഷ്ണു ചുമ്മാ ഇരിക്ക്, ഒന്നും പോയി നോക്കണ്ടേടാ അതുവരെ, അച്ഛൻ ചോദിച്ചു. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. പിന്നെ ഒരുത്തിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവളെ എടുത്ത് തലയിൽ വെക്കാൻ നിൽക്കേണ്ട. 2 പേർക്കും മുൻപ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. വിഷ്ണു അതും പറഞ്ഞ് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആലു അവിടെ നിൽപ്പുണ്ട്. നിന്നോട് കിടന്നോളാൻ പറഞ്ഞതല്ലേ, പിന്നെന്താ ഇവിടെ? വിഷ്ണു അവളെ നോക്കി ചോദിച്ചു. എനിക്ക് വീട്ടിൽ പോകണം. അമ്മ ഇപ്പോൾ സങ്കടത്തിലാകും. അമ്മയ്ക്കൊരു കൂട്ട്, ആലു പറഞ്ഞു. നിന്റെ അമ്മ അവിടെ ചാകാൻ കിടക്കുമല്ല. പിന്നെ നിന്റെ അമ്മ അവിടെ ഒറ്റയ്ക്കുമല്ല. പിന്നെ നിനക്ക് പോയേ പറ്റൂന്നാണെങ്കിൽ പോകാം. പിന്നെ ഈ പടി ചവിട്ടി പോകരുത്. പാവങ്ങളുടെ പൈസ കട്ടു തിന്നവനൊക്കെ ഇങ്ങനെ തന്നെ വരണം. വിഷ്ണു അത്രയും പറഞ്ഞ് കയറിപ്പോയി. ആലു അമ്മയെ നോക്കി. അമ്മയെ ഞാൻ, ആലു വിളിച്ചു. എനിക്കൊന്നും പറയാനോ ചെയ്യാനോ ഇല്ല. എനിക്ക് മാത്രമല്ല അദ്ദേഹത്തിനും. നിങ്ങൾ വന്ന് കിടക്കാൻ നോക്കിയേ. അതും പറഞ്ഞ് യശോദ മുറിയിലേക്ക് പോയി. മോൾക്കറിയുന്ന വിഷ്ണു അല്ല അവൻ. അതുകൊണ്ട് അവൻ പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ ഇവിടെ നിനക്ക് സ്വർഗമാവും. അല്ല, നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് കാട്ടിക്കൂട്ടിയാൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യും. അത്രയും പറഞ്ഞ് അച്ഛൻ മുറിയിലേക്ക് പോയി. ആമേ, നമുക്ക് സ്റ്റേഷനിൽ പോകണ്ടേ? കണ്ണൻ രാമചന്ദ്രന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. വേണ്ട, അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. അല്ലെങ്കിലും നിങ്ങൾക്കാർക്കും എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത്, വസു പറഞ്ഞു. രാമചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്നു. അവൻ എൻ്റെ മോനല്ല. എപ്പോഴും നിന്റെ മോൻ നിന്റെ മോൻ എന്ന് പറഞ്ഞല്ലേ വളർത്തിയത്. അതുകൊണ്ട് വേർതിരിവുണ്ട്. നിന്റെ സ്വഭാവം അതേപടി പകർത്തിയതാണ് 2 മക്കളും. അതുകൊണ്ട് അവനെ ഇറക്കാൻ ഇവിടെ നിന്ന് ആരും പോകില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കും, രാമചന്ദ്രൻ പറഞ്ഞു. അതിന് എൻ്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവനെ ആരോ കള്ളക്കേസിൽ, വസു പറഞ്ഞ് തീരു മുന്നേ രാമചന്ദ്രൻ അവരുടെ കവളിൽ ഒരെണ്ണം പൊട്ടിച്ചു. നിന്റെ ഈ നാവാണ് അവരെ ഇതുവരെ എത്തിച്ചത്. അവൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും തലകുനിച്ച് ഇറങ്ങിപ്പോയത്. തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷ അനുഭവിച്ചു വന്നാൽ മതി. പിന്നെ അത് നിനക്ക് പങ്ക് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ പോയി അവനെ ഇറക്കിക്കൊണ്ടുവാ. രാമചന്ദ്രൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കണ്ണനും ശിവയും വസുവിനെ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി. ഇല്ല, എൻ്റെ മോനെ ഞാൻ രക്ഷിക്കും. ഇവിടെ നിന്ന് ആരും എൻ്റെ ഒപ്പം വരില്ല. പിന്നെ ശ്രീജ പറഞ്ഞ കാര്യങ്ങൾ വസു ഓർത്തു. അവർ ദേഷ്യത്തിൽ സ്വരയുടെ മുറിയിലേക്ക് പോയി. അവൾ ആരോടെ ഫോണിൽ സംസാരിച്ച് നിൽക്കുമ്പോഴായിരുന്നു വസു അങ്ങോട്ട് കയറി ചെന്നത്. ഡീ, വസുവിൻ്റെ അലർച്ച കേട്ട് സ്വര ഒന്ന് ഞെട്ടി. പിന്നെ കോൾ കട്ടാക്കി തിരിഞ്ഞു നോക്കി. എന്താ അമ്മേ? സ്വര ചോദിച്ചു. അമ്മ കുമ്മ. നീ എവിടെ ആടി അഴിഞ്ഞാട്ടക്കാരിയായി നടന്നത്? നിന്നെക്കുറിച്ച് ആ പോലീസുകാരി പറഞ്ഞത് സത്യമാണോടി? സ്വരയുടെ കയ്യിൽ പിടിച്ചമർത്തി ചോദിച്ചു. അതെ, സത്യമാണ്. അതൊക്കെ എൻ്റെ കഴിഞ്ഞ കാലമാണ്, സ്വര പറഞ്ഞു. പന്ന അഴിഞ്ഞാട്ടക്കാരി, എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് കയറി വന്നതാണല്ലേ? സ്വരയെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ ആരുടെയും ജീവിതം നശിപ്പിക്കാനോ പറ്റിക്കാനോ കയറി വന്നതല്ല. അല്ലുവിനെല്ലാം അറിയാം, സ്വര പറഞ്ഞു. എല്ലാം അറിയാം. ഇറങ്ങിക്കോണ ഇവിടുന്ന്. കണ്ടുപോകരുത് നിന്നെപ്പോലെ വേശ്യ ഈ വീട്ടിൽ ഇനി. അതും പറഞ്ഞ് സ്വരയെ പിടിച്ചു തള്ളി. ഇറങ്ങിപ്പോടി, അവർ വീണ്ടും പറഞ്ഞു. സ്വര ദേഷ്യത്തിൽ തിരിഞ്ഞ് അവരെ നോക്കി. എങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ? ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ്. ഞാൻ ഇവിടെ തന്നെ കഴിയും, അവൾ പറഞ്ഞു. ഭാര്യ, ഈ താലി വലിച്ചു പൊട്ടിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഈ താലിയുടെ ബന്ധം, വസു പറഞ്ഞു. ഇതേ തള്ളേ, നിങ്ങൾ ഇവിടുന്ന് ഒരു പെണ്ണിന്റെ താലി പൊട്ടിച്ചു വലിയ ആളായതുപോലെ എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് അണപ്പല്ല് തെറിപ്പിക്കും ഞാൻ. പിന്നെ ഒരു താലി ബന്ധം മാത്രമല്ല, എൻ്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ എൻ്റെ മെക്കിട്ട് കയറാൻ വരരുത്. അത് കേട്ടതും വസു വീണ്ടും ദേഷ്യത്തിൽ അവളെ നോക്കി. വല്ലവൻ്റെയും കൂടെ കിടന്ന് ഒരു കൊച്ചിനെ ഉണ്ടാക്കി വെച്ചിട്ട് അതെൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാൽ നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല, വസു പറഞ്ഞു. സ്വര കൈ നിവർത്തി വസുവിൻ്റെ മുഖമടച്ചൊരെണ്ണം കൊടുത്തു. വസു ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. ഇതേ തള്ളേ, നിങ്ങളെക്കാൾ തറവേല കാട്ടി പലരുടെയും കൂടെ കിടന്നൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ന് വെച്ച് നിങ്ങളുടെ മോൻ്റെ കൂടെ വന്നു തുടങ്ങിയ ശേഷം ഞാൻ ആരെയും ചൂട് തേടി പോയിട്ടില്ല.
അതുകൊണ്ട് എൻ്റെ നേരെ ഓരോ വാക്കുകൾ എടുത്തു വീശുമ്പോഴും സൂക്ഷിക്കണം. എൻ്റെ സ്വന്തം അമ്മയല്ല നിങ്ങൾ, അതുകൊണ്ട് നിങ്ങളെ കൊല്ലാൻ ഞാനും മടിക്കില്ല. വസുവിനെ പിടിച്ച് പുറത്തേക്ക് തള്ളി സ്വര വാതിലടച്ചു. വസു ആകെ മരവിച്ച പോലെ ആയിപ്പോയി. അവളുടെ മനസ്സിലേക്ക് ആ നിമിഷം നന്ദുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. വസുന്ധരേ, പുതിയ മരുമോൾ ഇപ്പോൾ പിടിച്ചു മുറുക്കി പുറത്തു തള്ളി. നാളെ ഈ വീട്ടിൽ നിന്ന് പിടിച്ചു പുറത്താക്കും, നോക്കിക്കോ നീ. ഒരു പെണ്ണിന്റെ താലി പൊട്ടിച്ച് അടുപ്പിലിട്ട് ആനന്ദം കണ്ടെത്തിയവർ നീയും മോളും രണ്ടും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ, രാമചന്ദ്രൻ ഉച്ചത്തിൽ പറഞ്ഞ് മുറിയിലേക്ക് പോയി. സ്വര മുറിയിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചു. അന്ന് സ്വര ചെന്നൈയിലേക്ക് പോകാനിരിക്കുമ്പോഴായിരുന്നു റൂമിൽ തലചുറ്റി വീണത്. അന്നും അല്ലു അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ നിർബന്ധത്തിന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടെ വെച്ചാണ് താൻ പ്രഗ്നന്റ് ആണെന്നും 1 മാസം കഴിഞ്ഞേ ഉള്ളൂവെന്നും അറിഞ്ഞത്. അല്ലു തന്നെയാണ് കുഞ്ഞിനെ അബോർട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് വിവാഹം നടത്തിയത്. രാവിലെ അഗ്നി എണീക്കുമ്പോൾ ജാനിമോള് അടുത്തില്ലായിരുന്നു. അവന് മനസ്സിലായി മോളെ നന്ദു കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അവൻ ചിരിയോടെ ബെഡിലേക്ക് തന്നെ കിടന്നു. നന്ദു കുഞ്ഞുപെണ്ണിനെ കുളിപ്പിച്ച് കരിയൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാക്കി ഫുഡ് കൊടുക്കാനുള്ള പുറപ്പാടാണ്. നന്ദുവും സ്കൂളിലേക്ക് പോവാൻ റെഡിയായി കഴിഞ്ഞു. അഗ്നി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച അവന്റെ മനസ്സ് നിറച്ചു. ജാനിമോളെ ഊട്ടുന്ന നന്ദു. ഗുഡ് മോർണിംഗ് ദേവ. അവൻ അവിടെ നിന്ന് നോക്കുന്നത് കണ്ട് നന്ദു പറഞ്ഞു. ഗുഡ് മോർണിംഗ് നന്ദ. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു കഴിക്കാനിരുന്നു. നന്ദു അവനും വിളമ്പിക്കൊടുത്തു. മുമ്പ് ജാനിമോള് ഫുഡ് കഴിക്കാൻ വാശി പിടിക്കലും കരച്ചിലും ബഹളവും ഒക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നല്ല കുട്ടിയായിട്ടിരിക്കും. പക്ഷേ ഒപ്പം നന്ദ വേണം. ദേവ, ഷൂട്ടിംഗ് എന്നാ തുടങ്ങുന്നേ? നന്ദു ജാനിക്ക് ഭക്ഷണം വാരിക്കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഞാനിന്ന് ഈവനിങ് തിരുവനന്തപുരത്തേക്ക് പോകും നന്ദ. അവിടുന്ന് നേരെ ലൊക്കേഷനിലേക്ക്, അഗ്നി കഴിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദു ഒന്ന് മൂളിക്കൊണ്ട് മോൾക്ക് ഫുഡ് കൊടുത്തു. അവളും കഴിച്ച് എണീറ്റ് പോയി. ഓ നന്ദ, താൻ കാരണം ഇപ്പോൾ കിച്ചണിൽ ജോലി കുറവാണെന്ന് സെർവന്റ് പറഞ്ഞു. അവരെ പറഞ്ഞു വിട്ടേക്കട്ടെ? നന്ദു ബാഗ് എടുത്ത് വെക്കുന്ന സമയം അവളുടെ അടുത്തേക്ക് പോയി അഗ്നി ചോദിച്ചു. ഞാനിവിടെ ഉണ്ടല്ലോ ദേവ. ഇപ്പോൾ എനിക്ക് ചെയ്യാവുന്ന പണിയേ അവിടെയുള്ളൂ. ആ ചേച്ചിക്ക് പുറം പണി കൊടുത്തൂടെ? നന്ദ ചോദിച്ചു. അഗ്നിക്ക് ചിരി വന്നു. അവൻ ശരിയെന്ന് തലയനക്കി മുറിയിലേക്ക് പോയി. ദേവ, ഞങ്ങൾ ഇറങ്ങുവാ, ജാനിയെയും കയ്യിൽ പിടിച്ച് നന്ദു വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും അഗ്നി റെഡിയായി താഴേക്ക് വന്നു. എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ ദേവ? അവൻ ഒരുങ്ങി വരുന്നത് കണ്ട് അവൾ ചോദിച്ചു. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. തൽക്കാലം ഇന്ന് സ്കൂട്ടി ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ. അഗ്നി അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. നന്ദു ചിരിയോടെ കുഞ്ഞുപെണ്ണിനെ എടുത്ത് അവനൊപ്പം ഇറങ്ങി. സാം ആയിരുന്നു ഡ്രൈവിംഗ്. നന്ദു പുറത്തേക്ക് നോക്കിയിരുന്നു. അഗ്നിയും മോളും അവരുടെ ലോകത്താണ്. നന്ദു ഇപ്പോൾ പഴയ പോലെ അല്ല. രാവിലെ വീട്ടിൽ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡി നോക്കുന്നുണ്ട്. പിന്നെ അഗ്നി തന്നെ ഒരു ഡ്രൈവിംഗ് ടീച്ചറിനെ വീട്ടിൽ വിളിച്ചു നിർത്തി അവളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു ലൈസൻസ് എടുത്തു കൊടുത്തു. കുഞ്ഞു പെണ്ണിനെയും കൊണ്ട് മിക്കവാറും ദിവസം നന്ദു സ്കൂട്ടിയിലാണ് പോക്കും വരവും. അവൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തു. അഗ്നി എന്ത് നൽകിയാലും നന്ദു അത് നിരസിക്കില്ല. ഇതുവരെ ഒരാളോടും തോന്നാത്ത സ്നേഹം, വിശ്വാസമൊക്കെ അവനോടുണ്ട്. അഗ്നിക്കും അങ്ങനെ തന്നെയാണ്. നന്ദു സ്വന്തം വീടും നാടും പൂർണ്ണമായി മറന്നുവെന്ന് തന്നെ പറയാം. അവളെ വേണ്ടാത്തവരെ ഓർത്ത് വിഷമിക്കുന്നത് അഗ്നി കണ്ടാൽ അന്ന് അവിടെ യുദ്ധമാണ്. ശരിക്കും അഗ്നിയും നന്ദുവും തമ്മിലുള്ള അടുപ്പം കണ്ട് സെക്യൂരിറ്റീസിന് തന്നെ കൺഫ്യൂഷനാണ്. ചിലപ്പോൾ ഉള്ള നോട്ടത്തിലും സംസാരത്തിലും അവർ തമ്മിൽ പ്രണയമാണെന്ന് തോന്നും. ചിലപ്പോൾ സൗഹൃദം, ചിലപ്പോൾ സഹോദര ബന്ധമാണെന്ന് തോന്നും. നന്ദു ഓരോന്ന് ആലോചിച്ചിരിക്കെയാണ് അഗ്നി അവളെ തട്ടി വിളിച്ചത്. ഹലോ, താനിതേത് ലോകത്താണ്? സ്കൂൾ എത്തിയോടോ? അഗ്നി ചിരിയോടെ പറഞ്ഞു. നന്ദു ഒരു ചമ്മിയ ചിരിയോടെ ഇറങ്ങി. ശരി, അപ്പോൾ ഈവനിങ് കാണാം, ദേവ പറഞ്ഞു. നന്ദു ചിരിയോടെ തലയനക്കി മോളെയും കൂട്ടി നടന്നു. സാർ. കാർ സ്റ്റാർട്ടായിട്ടും അവളെ കണ്ണെടുക്കാതെ നോക്കുന്ന അഗ്നിയെ കണ്ടു സാം വിളിച്ചു. എന്താടോ? ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ സാർ ക്ഷമിക്കണം. സാറിന് മാഡത്തിന് ഇഷ്ടമാണോ? സാമിന്റെ ചോദ്യം കേട്ട് അഗ്നി വെറുതെ ചിരിച്ചു തള്ളി. മറുപടിയൊന്നും പറഞ്ഞില്ല. ആലു രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി അടുക്കളയിലേക്ക് പോയി. അവിടെ യശോദ തിരക്കിട്ട ജോലിയിലാണ്. എനിക്കൊരു ചായ വേണം, ആലു പറഞ്ഞു. ചായ ദാ ആ പാത്രത്തിലുണ്ട് മോളെ, എടുത്ത് കുടിക്ക്, അമ്മ പറഞ്ഞു. എടുത്തു കുടിക്കാനാണെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അതും പറഞ്ഞു ആലു ചായ ഒഴിച്ചെടുത്തു. അമ്മ അവളെ നോക്കിയിട്ട് അമ്മയുടെ ജോലി തുടർന്നു. അവൾ ചായയും എടുത്ത് ഹാളിലേക്ക് പോയി. അവിടെ പാറമോള് ടേബിളിന്റെ സൈഡിൽ തട്ടി തട്ടി നിൽപ്പുണ്ട്. ആന്റി. ആലുവിനെ കണ്ടതും പാറമോള് വിളിച്ചുകൊണ്ട് അവളുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു. ഛേ, മാറി നിൽക്ക് കൊച്ചേ. ആലു പാറുവിനെ പിടിച്ചു തള്ളി. ഇത് കണ്ടാണ് വിഷ്ണു കയറി വന്നത്. അവനെ കണ്ടതും ആലുവിന്റെ കൈ അറിയാതെ കവിളിലേക്ക് നീണ്ടു. അച്ഛാ. വിഷ്ണു അവളെ തറപ്പിച്ച് നോക്കിയിട്ട് കുഞ്ഞിനെ എടുത്ത് മുറിയിലേക്ക് പോയി. മോളെ, അവന്റെ പ്രാണനാണ് പാറമോളും കൃഷിയും. അതിലെന്തെങ്കിലും സംഭവിച്ചാൽ അവന്റെ സ്വഭാവം മാറും. അതുകൊണ്ട് കണ്ടറിഞ്ഞ് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അവൻ നിന്നെ ഇന്ന് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നത് കേട്ടു. യശോദ കഴിക്കാനുള്ളതും എടുത്ത് ടേബിളിൽ വെച്ചിട്ട് അവളോട് അത്രയും പറഞ്ഞു പോയി. അപ്പോൾ ആ കൊച്ചിനെ ആദ്യം കയ്യിലാക്കണം.
ആലു പുച്ഛം കലർന്ന ചിരിയോടെ പറഞ്ഞു. പിന്നെ മുറിയിലേക്ക് പോയി. വിഷ്ണുവേട്ടാ, അവളുടെ വിളിയേട്ട് അവനൊന്ന് നോക്കി. അമ്മ പറഞ്ഞു ഇന്ന് എന്നെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന്. നമ്മൾ ഇന്ന് അവിടെ നിൽക്കോ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. നമ്മളല്ല, നിനക്ക് നിന്റെ വീട്ടിൽ എത്ര വേണോ നിൽക്കാം. അവിടെ എന്നെ പ്രതീക്ഷിക്കണ്ട. അവൻ അതും പറഞ്ഞ് പാറുമോളെ ഒരുക്കി. പിന്നെ എനിക്ക് അധിക സമയം കളയാനില്ല. വേഗം റെഡിയായി വരാൻ നോക്ക്. എനിക്ക് നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം കോളേജിലേക്ക് പോകാൻ. അവൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആലു പിന്നെ കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ റെഡിയായി. ഇന്റർവെൽ സമയത്ത് നന്ദു വെറുതെ ഫോണെടുത്തു. ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് അല്ലുവിനെ പോലീസ് കൊണ്ടുപോകുന്ന വീഡിയോയും തുടർന്നുള്ള വാർത്തയും കാണുന്നത്. ആ സമയം തന്നെയാണ് അവളുടെ ഫോണിലേക്ക് അഗ്നിയുടെ കോൾ വരുന്നത്. നന്ദു കോൾ കട്ടാക്കി ഫോൺ ഓഫ് ചെയ്ത് ബാഗിൽ വെച്ച് ഡെസ്കിൽ തലചായ്ച്ചു കിടന്നു. എന്തോ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു വികാരം അവളിൽ നിറഞ്ഞു വരുന്നത് പോലെ തോന്നി അവൾക്ക്. അത് സങ്കടമാണോ ദേഷ്യമാണോ എന്താണെന്ന് അവൾക്കറിയില്ല. നന്ദ ടീച്ചറെ കൂടെയുള്ള ഒരു ടീച്ചർ വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് നന്ദുവിന് താൻ സ്കൂളിലാണെന്ന ബോധം വന്നത്. അവൾ എണീറ്റ് മുഖമുയർത്തി നോക്കി. എന്തു പറ്റി ടീച്ചർ? വയ്യേ? മുഖമൊക്കെ വല്ലാതെ. എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? നന്ദുവിന്റെ മുഖം കണ്ട് ചോദിച്ചു. ചെറിയ തലവേദന, നന്ദു കള്ളം പറഞ്ഞു. മിസ് വേഗം വീട്ടിലേക്ക് പൊയ്ക്കോ. നമ്മുടെ പ്രിൻസിപ്പൽ മാഡത്തിന്റെ അച്ഛൻ മരിച്ചു. അവർ ഇവിടെയല്ല, മറ്റെവിടെയാണ്. അതുകൊണ്ട് ഒരാഴ്ച സ്കൂളിന് അവധിയുണ്ട്. നന്ദുവിന് അത് കേട്ടപ്പോൾ ആശ്വാസമായി. അവൾ എണീറ്റ് ബാഗ് എടുത്ത് നേരെ ജാനിമോളെ വിളിക്കാൻ പോയി. അവളെ കൂടെ കൂട്ടി സ്കൂളിന് പുറത്തിറങ്ങിയതും അഗ്നി കാറുമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അഗ്നിയുടെ മുഖത്ത് ഗൗരവമാണ്. അവൾ ഒന്നും മിണ്ടാതെ മോളെയും കൊണ്ട് കാറിലേക്ക് കയറി. അച്ഛാ, അഗ്നിയെ കണ്ടതും കുഞ്ഞവന്റെ മേലേക്ക് ചാഞ്ഞു. അഗ്നി നന്ദുവിനെ ഒന്ന് നോക്കി. തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ തല താഴ്ത്തി ഇരിപ്പാണ്. അവൻ മോളെ മടിയിലിരുത്തിയിട്ട് നന്ദുവിന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. നന്ദു അവനെ മുഖമുയർത്തി നോക്കി. താൻ ഓക്കെയല്ലേ? അവന്റെ ചോദ്യത്തിന് അല്ലെന്ന് നന്ദു തലയനക്കി. അവൻ ഒരിക്കൽ കൂടെ ആ കൈകളിൽ അമർത്തി പിടിച്ചു. പിന്നെ കൈയെടുത്തു. പിന്നെ വീടെത്തുന്നത് വരെ ജാനി പെണ്ണ് കാറിനുള്ളിലിരുന്നു ഇനി കുറച്ചു ദിവസം സ്കൂളിൽ പോണ്ടാന്ന് പറഞ്ഞ് സന്തോഷമായിരുന്നു. നന്ദു സൈലന്റ് ആയിരുന്നു. സാം ഇടയ്ക്ക് ക്ലാസ്സിലൂടെ രണ്ടുപേരെയും നോക്കി. രണ്ടുപേരുടെയും മനസ്സ് ഇവിടെയല്ലെന്ന് ഇരിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി. വീടെത്തിയതും നന്ദു കുഞ്ഞിനെ പോലും നോക്കാതെ വേഗം മുറിയിലേക്ക് പോയി. അഗ്നി ഒരു നിമിഷം പകച്ചുപോയി. താൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പോകും. അതിനു മുന്നേ അവളോട് കുറച്ചു സമയം സംസാരിക്കാനാണ് ഷോപ്പിംഗൊക്കെ കഴിഞ്ഞു വന്നത്. പക്ഷെ അവൾ എന്തോ മുഖം തരാതെ പോയി കളഞ്ഞു. അച്ഛാ, നന്ദു പോയ വഴിയെ നോക്കി നിൽക്കുന്ന അഗ്നിയെ മോള് തട്ടി വിളിച്ചു. ആ, മോള് വാ, നമുക്ക് ഈ ഉടുപ്പൊക്കെ മാറി വരാം, അവൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് പറഞ്ഞു. ആന്റിക്ക് എന്തു പറ്റി? ആന്റി ജാനിമോളെ കൂട്ടാതെ പോയല്ലോ, മോള് പരാതി പറഞ്ഞു. അഗ്നിക്ക് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, മോള് വാ, അച്ഛൻ ഡ്രസ്സ് മാറ്റിത്തരാം, അഗ്നി സൗമ്യമായി പറഞ്ഞു. ആന്റി മാറ്റിത്തരും. ജാനിമോള് ആന്റിയുടെ അടുത്തേക്ക് പോവുക. അഗ്നിയുടെ കയ്യിൽ നിന്ന് താഴേക്ക് ഊർന്നിറങ്ങി ജാനിമോള്. ജാനകി! അഗ്നിയുടെ ദേഷ്യത്തിലുള്ള അലർച്ച കേട്ട് സാം ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി. അഗ്നിക്ക് അത്രയ്ക്ക് ദേഷ്യം വരുമ്പോഴാണ് അവൻ ഇങ്ങനെ ഉറക്കെ ശബ്ദമുയർത്തുന്നത്. നിന്റെ ആന്റി ഇന്നലെ വന്നേയുള്ളൂ. അവൾ നാളെ പോകും. അത് കഴിഞ്ഞ് നിന്റെ കാര്യം നോക്കേണ്ടത് ഞാനാ, അല്ലാതെ ആന്റി വരില്ല. വാ ഇങ്ങോട്ട്. അവളുടെ ആന്റി! ഇത് കേട്ടാണ് നന്ദ താഴേക്ക് ഇറങ്ങി വന്നത്. അവന്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ട് നന്ദു ഒന്ന് പതറി. എങ്കിലും കണ്ണു നിറച്ചു നിൽക്കുന്ന മോളെ കണ്ടപ്പോൾ നന്ദുവിന് ദേഷ്യം വന്നു. അവൾ വന്ന് കുഞ്ഞിനെ എടുത്തു. താൻ കുഞ്ഞിനെ ഇങ്ങതാ, അവളെ ഞാൻ ഡ്രസ്സ് മാറ്റിച്ചോളാം. ഇനി അതിനു വേണ്ടി ഇവിടെ ആരും ബുദ്ധിമുട്ടേണ്ട, അഗ്നി പറഞ്ഞു. എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞോ ദേവയോട്? എന്റെ മോളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. അവളുടെ ഡയലോഗ് കേട്ട അഗ്നിയുടെ ദേഷ്യം ആവിയായിപ്പോയി. അവൾ അപ്പോഴേക്കും കുഞ്ഞിനെ എടുത്തുപോയി. സാമാണെങ്കിൽ ചിരി കടിച്ചു പിടിച്ച് നിൽപ്പുണ്ട്. അഗ്നി അവനെ ഒന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് പോയി. അഗ്നി കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. എല്ലാം കഴിഞ്ഞ് ബെഡിലേക്ക് വന്ന് വെറുതെ കിടന്നു. പിന്നെ ഫോൺ എടുത്ത് ചുമ്മാ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ അവന്റെ കണ്ണിലും അല്ലുവിന്റെ ആ വാർത്ത പതിഞ്ഞു. അഗ്നിക്ക് അല്ലുവിനെയും കുടുംബത്തെയും അറിയാം. കാരണം നന്ദു ഒരിക്കൽ കണ്ണന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കയറി അതിലുണ്ടായിരുന്ന ഫാമിലി ഫോട്ടോയിൽ എല്ലാവരെയും പരിചയപ്പെടുത്തി. ഓ, അപ്പോ ഇത് കണ്ടിട്ടാണ് ആ മണ്ടിക്ക് ഈ സങ്കടം. അവൾ ഇനിയും പഴയതോർത്ത് കരഞ്ഞു വിളിച്ചിരിക്കാനാണോ പ്ലാൻ? ഇവളെ, അഗ്നി സ്വയം പറഞ്ഞ് നന്ദുവിന്റെ മുറിയിലേക്ക് പോയി. അമ്മേ, ഈ വാർത്ത കണ്ടോ? ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നതാ. വേണി ഫോണിൽ കാണുന്ന അല്ലുവിന്റെ വീഡിയോ അമ്മയ്ക്കും അച്ഛനും നേരെ നീട്ടി. എന്റെ കുട്ടിയെ ഒരുപാട് കണ്ണീർ കുടിപ്പിച്ചതല്ലേ, എല്ലാവരും അനുഭവിക്കും, അച്ഛൻ പറഞ്ഞു. പിന്നെ അനുഭവിക്കും. അവളെ പോലെ ഒരുത്തിയെ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഇത്ര തെറ്റ്? വേണി ദേഷ്യത്തിൽ ചോദിച്ചു. അത് നാളെ എന്റെ മോള് ആരെങ്കിലും ഇങ്ങനെ ഒരു അവഗണന കാട്ടിയാലേ അത് മനസ്സിലാകും, മാധവൻ പറഞ്ഞു. നശിച്ച മനുഷ്യൻ എന്റെ മോളെ ശപിക്കുന്നോ? ഇറങ്ങിപ്പൊക്കോണം. മോള് പോയ സങ്കടമുണ്ടെങ്കിൽ പട്ടിയെപ്പോലെ ഇവിടെ കിടക്കാതെ, സുഖ ഉറക്കെ പറഞ്ഞു. മാധവന്റെ തല താഴ്ന്നു. അതെങ്ങനെ?
പോയി കഴിഞ്ഞാൽ മരുന്നും മന്ത്രവും 3 നേരം തിന്നാനും കിട്ടാതെ എവിടെയെങ്കിലും കിടന്ന് ചാകുമെന്ന് അറിയാം. അതുകൊണ്ട് പോകില്ല, സുഖ ദേഷ്യത്തിൽ പറഞ്ഞു എഴുന്നേറ്റു. നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? ഫോണും നോക്കിയിരിക്കാതെ അടുക്കളയിൽ വല്ല ജോലിയും ഉണ്ടോയെന്ന് നോക്കടി, സുഖ വേണിയോട് ദേഷ്യത്തിൽ പറഞ്ഞു. മാധവൻ എന്തോ ആലോചിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു. സുഖ കുറച്ചു നേരം എന്തോ ആലോചിച്ചു അവിടെ ഇരുന്നു. പിന്നെ വേഷം മാറി പുറത്തേക്ക് വന്നു. ഞാനൊന്ന് അമ്പലക്കാവല വരെ പോവുക. മാധവനോട് അത്രയും പറഞ്ഞ് സുഖ പോയി. മാധവൻ കുറച്ചു സമയം കൂടെ മുറ്റത്ത് നിന്നിട്ട് അകത്തേക്ക് കയറി. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ വേണി മുറ്റമടിച്ച് വിളക്ക് കൊളുത്താനുള്ള കാര്യങ്ങൾ ഒതുക്കി വെച്ചു. ഫോണുമെടുത്ത് വരാന്തയിലിരുന്നു. കയ്യിൽ 2 കവറുമായി സുഖ കയറി വന്നു. അവരെ കണ്ടതും അവൾ വേഗം എഴുന്നേറ്റ് കവർ വാങ്ങി. അമ്മ എങ്ങോട്ട് പോയതാ, ഒന്നും പറഞ്ഞില്ലല്ലോ? അവൾ കവറും കൊണ്ട് അകത്തേക്ക് കയറി ചോദിച്ചു. ഞാൻ പോകുന്നതും വരുന്നതും നിന്നെ കണക്ക് ബോധിപ്പിക്കണോടി? വേണിയോട് ദേഷ്യത്തിൽ ചോദിച്ചു. അപ്പോഴേക്കും വേണിയുടെ വാ അടഞ്ഞു. നീ അച്ഛന് മരുന്നെടുത്ത് കൊടുത്തോ? ചായ ഇട്ട് കൊടുത്തോ? സുഖ ചോദിച്ചപ്പോഴാണ് വേണി ആ കാര്യം ഓർത്തത്. ഞാൻ അച്ഛനെ കണ്ടില്ല. അമ്മ പോയി കഴിഞ്ഞു ഞാൻ കുറച്ചു മുന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ കിടന്നുറങ്ങി, വേണി തലതാഴ്ത്തി പറഞ്ഞു. സുഖ വേഗം മുറിയിലേക്ക് പോയി. മാധവേട്ട, മാധവേട്ട, മുറിയിൽ എങ്ങും കണ്ടില്ല. വേണിയും മാധവനെ വിളിച്ചുവെങ്കിലും കണ്ടില്ല, വിളിയും കേട്ടില്ല. പെട്ടെന്ന് പുറകുവശത്ത് നിന്ന് വേണിയുടെ വിളി കേട്ടു. അമ്മേ,